അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പോസ്റ്റ്മാൻ മുകുന്ദനെ കാണുകയാണ് കേട്ടോ. അതിനുശേഷം അച്ചുവിനൊരു രജിസ്റ്റർ ഉണ്ടെന്നും അത് അച്ചുവിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണം, അച്ചു ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അച്ചു ഇവിടെ ഇല്ല, അച്ചു ചന്ദ്രകാന്തത്താണ് എന്ന് മുകുന്ദൻ പറയുകയാണ് കേട്ടോ. അതിനുശേഷം പോസ്റ്റ്മാൻ ആ രജിസ്റ്റർ കൊണ്ടുപോയി അച്ചുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് കേട്ടോ. അത് കാണുമ്പോൾ ചന്ദ്രയ്ക്കും രുക്കുവിനും ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടോ. നിൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമല്ലേ, അത് സാധിച്ചല്ലോ എന്ന് പറയുകയാണ് കേട്ടോ. ഒരുപാട് സന്തോഷം പറഞ്ഞ് ഒരുപാട് സന്തോഷമാണ്. പക്ഷേ അച്ചുവിന് ഒരു മാനസികമായിട്ടൊരു വിഷമമുണ്ട്. കാരണം അർച്ചന ചേച്ചിയോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമമാണ്. സത്യനാണെങ്കിൽ കൺഗ്രാജുലേഷൻ പറയുകയാണ് കേട്ടോ അച്ചുവിനോട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ് അവരിയ്ക്കുന്നത്. അതേസമയം മുകുന്ദനെല്ലാം അർച്ചനയോട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് അക്കാദമിയിലേക്ക് അവന് സെലക്ഷൻ കിട്ടി വന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അർച്ചന ഓഫീസിലേക്ക് മധുരമായിട്ട് പോവുകയാണ് കേട്ടോ. അവിടെ മധുരം കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ദീപ്തി വസുവും കൂടി ചോദിക്കണം, എന്താ ഒരു മധുരം തരുന്നത്, എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ചുവിന് സെലക്ഷൻ്റെ ഓർഡർ കൊണ്ടുവന്നു, അതുകൊണ്ടാണ് എന്ന് പറയണം കേട്ടോ. നിനക്ക് സന്തോഷമായില്ലേ ചോദിക്കും. ഞാൻ അവനോട് ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ലക്ഷ്യം അത് കാണുന്നവരെ നീ തോറ്റു പിന്മാറരുത് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ ദീപ്തിയും വസുവും പറയുന്നുണ്ട്, നിൻ്റെ ആ ആഗ്രഹം നടന്നല്ലോ, അവൻ ലക്ഷ്യത്തിലെത്തിയല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴും അർച്ചനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ഒരുപാട് മനസ്സിൽ വിഷമമാണ്. കാരണം അച്ചു അവരുടെ കൂടെ ഇല്ലല്ലോ. അച്ചു ഇപ്പോൾ ചന്ദ്രകാന്തത്തിലാണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ട് അച്ചു അവരോട് മധുരം എല്ലാം കൊടുത്തതിന് ശേഷം അച്ചു ഓഫീസിൽ നിന്ന് ഇറങ്ങി ചന്ദ്രകാന്തത്തിലേക്ക് വരികയാണ് കേട്ടോ. ചന്ദ്രകാന്തത്തിൽ വന്ന് ആ അച്ചുവിനെ കണ്ട് കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രകാന്തത്തിലേക്ക് വരികയാണ്. അവിടെ വരുമ്പോൾ ചന്ദ്രയും വിജയശങ്കറും സത്യനും എല്ലാവരും അച്ചുവിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. അതിനുശേഷം നമുക്ക് നാളെ വീണ്ടും അടുത്ത എപ്പിസോഡിലേക്ക് കാണാം. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.